ഗായ്സ്, ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അറ്റ്ലാസ് കണ്ടില്ല എല്ലാവരും കോലം. ഒരു വലിയ കഥയാണത്, ഒരു കഠിന കഥ ഞാൻ പറയാൻ പോവുകയാണ് നിങ്ങളോട്. ഇന്നലെ ഞങ്ങൾ എവിടെ നിന്നാണ് മൊറോക്കോ എന്ന് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരാഗ്രഹം ടാഞ്ചേറിൽ പോയി ഒന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവറുമായി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് വന്നപ്പോഴത്തേനും 2:30-3 മണി എങ്ങാണ്ടായി. 3 മണി ആയപ്പോൾ എയർബിഎൻബിക്ക് കീ വാങ്ങിക്കാൻ വേണ്ടി ഒരുത്തൻ കാത്തു വന്നു. ഒരു ഖദീജ ഹോട്ടലിന് മുമ്പിൽ ആ പുള്ളിക്കാരൻ തിരിച്ചു പോയി. അവസാനം ഞങ്ങൾക്ക് എയർബിഎൻബി ഇല്ലാതെയായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറിനോട് ഞങ്ങൾ ഫെറി പോർട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഫെറി പോർട്ടിൽ പോയി ഞങ്ങൾ എന്ത് ചെയ്തു, 9 മണിക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ മാറ്റി 5 മണിക്ക്, അങ്ങനെ 9 മണിക്ക് എത്തി. അല്ലെങ്കിൽ ഇവിടെ 12 മണിയാകുമ്പോഴത്തേനെ നമ്മൾ എത്തുകയുള്ളായിരുന്നു. പക്ഷെ നേരത്തെ എത്തി. ഷിപ്പിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി ഫെറി കിടന്നിട്ടും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജിബ്രാൾട്ടർ എന്ന് പറയുന്ന പുതിയൊരു ചെറിയ രാജ്യം. അത് യുകെയുടെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ നേരെ ജിബ്രാൾട്ടറിൽ വണ്ടി എടുത്തിട്ട് നമ്മൾ ജിബ്രാൾട്ടറിലൂടെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു 4 hours ഡ്രൈവ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത എയർബിഎൻബിയിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ഗരാജിൽ നിന്നും വണ്ടിയെടുത്ത് നേരെ പോകുന്നത് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആയ ജിബ്രാൾട്ടറിലേക്കാണ്. ജിബ്രാൾട്ടറിലോട്ട് കയറുന്നത് നമ്മൾ റൺവേ കൂടെയാണ്. റൺവേ ക്രോസ് ചെയ്ത് വേണം നമുക്ക് ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയിലോട്ട് കയറാൻ വേണ്ടി. ഫ്ലൈറ്റ് വരുമ്പോഴും പോകുമ്പോഴും ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. പോയി കഴിയുമ്പോൾ ഓപ്പൺ ആക്കി നമുക്ക് റൺവേ കൂടെ വണ്ടി ഓടിച്ച് സ്പെയിനിലോട്ടും സ്പെയിനിൽ നിന്ന് ജിബ്രാൾട്ടറിലോട്ടും പോരാം. വണ്ടി മാത്രമല്ല, നടന്നു വേണമെങ്കിലും നമുക്ക് ജിബ്രാൾട്ടറിൽ നിന്നും സ്പെയിനിലോട്ടും സ്പെയിനിൽ നിന്ന് ജിബ്രാൾട്ടറിലോട്ടും കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ ജിബ്രാൾട്ടറിൽ വന്ന് ഒരു പാർക്കിലോട്ട് കൊണ്ടുപോയി വണ്ടി കിട്ടും. ഇനി ഇവിടെ നിന്ന് നടന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജിബ്രാൾട്ടർ ഒന്ന് കയറി ഇറങ്ങി കാണും. അത് കണ്ടിട്ടങ്ങ് നമ്മുടെ അടുത്ത എയർബിഎൻബിയിലോട്ട് ഇന്ന് തന്നെ വന്നിരുമ്പോൾ തന്നെ വാഴയും കാര്യങ്ങളും ബാത്റൂമുമാണ് ഇവിടെ കയറി കാണുന്നത്. ആ ബാത്റൂമിനുണ്ട് ഒരു നല്ലൊരു അഴക്, നല്ല കുത്തുമണിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നല്ലൊരു ക്യൂട്ട് ടൗൺ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫൈനലി ജിബ്രാൾട്ടറിലെത്തി. ഇനി ഇവിടെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇവിടെ കടകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ചിലതൊന്നും ഓപ്പൺ ആവത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ച് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു മല പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കേവ്, പിന്നെ നമ്മൾക്ക് സ്കൈ വാക്ക് ചെയ്യാനുള്ള ഒരിത്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് അവിടെ കയറി എല്ലാം ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് അടുത്ത എയർബിഎൻബിയിലോട്ട് പോകും. അവിടുന്ന് നമ്മൾ നെക്സ്റ്റ് ഡേ ലിസ്ബണിലോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ പോയി കാണാം. ഇവിടെ ഒരു പ്രൊമനേഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രൊമനേഡിലേക്കാണ് ഞങ്ങളിപ്പോൾ നടക്കാൻ നോക്കുന്നത്. അങ്ങോട്ട് കയറാനുള്ള ഒരു വഴി കണ്ടുപിടിക്കുന്ന മൊറീന. അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം എന്താ ഇവിടെ മൊറീനയിൽ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് സൈഡിലോട്ട് തിരിഞ്ഞ് അവിടെ ഇന്ത്യൻ കടയുണ്ടെന്ന് പറഞ്ഞു, ഒരു റെസ്റ്റോറൻറ്റ്. പക്ഷെ അത് ഓപ്പൺ അല്ല. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്, ആൾക്കാർ പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മൊറീനയിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട്. അങ്ങനെ ഞങ്ങൾ മൊറീന ബോട്ട് സൈഡിൽ വന്ന് കഴിക്കുകയെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇതിലിപ്പുറത്ത് തന്നെ ഇതുണ്ട് മേക്കപ്പ് ഇല്ലാതിരിക്കുന്ന ലിൻസേച്ചി. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോസേജും അതുപോലെ എഗ്ഗും ഒക്കെ ആയിട്ടുള്ള ബേക്കണൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അത് ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് ടീയും കോഫിയും ഒക്കെ ആയിട്ട്. സോ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ നോക്കാം. അതുവരെ ഞങ്ങൾ ഈ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം. ഹായ് കുറ്റാ, നമ്മളിപ്പോൾ എവിടെയാണ്?
We are in Gibraltar. We are in Gibraltar. അങ്ങനെ ഫുഡ് വന്നു. ഇതിനകത്ത് ബ്രെഡുണ്ട്, മഷ്റൂമുണ്ട്, ബേക്കണുണ്ട്, സോസേജ് ഉണ്ട്, പിന്നെ ഹാഷ് ബ്രൗൺസ് ഉണ്ട്, എഗ്ഗുണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ ഒരു ഇലയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ജില്ലുവിന് അതിൻ്റെ ഹാഫ് ഒരു ബ്രെഡേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഫുൾ മീൽ എടുത്ത്. പിന്നെ ചേച്ചിക്ക് സെയിം തിങ്. അച്ഛന് ഫ്രൈഡ് എഗ്ഗാന്നേ ഉള്ളൂ. അമ്മു അസായി ബോൾ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി. ഇവിടെ ഒരു പീരങ്കിയും കാര്യങ്ങളൊക്കെ 3-4 ഇരിപ്പുണ്ട്. അത് 19ാം നൂറ്റാണ്ടിൽ കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി എടുത്തപ്പം അതിൻ്റെ ആ പീരങ്കി ഇവിടെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഓൾമോസ്റ്റ് ഒരു 32 LB ഭാരമുണ്ട്. സോഫ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വണ്ടി എടുത്ത് പോയി ഒന്ന് സ്കൈ വ്യൂ മലയുടെ മണ്ടയിലേക്കൊന്ന് കയറാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. അപ്പോൾ ആ മോസ്ക് കാണാൻ വേണ്ടി അകത്തേക്ക് നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല. പുറത്ത് നിന്നൊരു വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിൻ്റെ ടോപ്പിലോട്ട് കയറാൻ നോക്കുകയാണ്. പക്ഷെ ഇവിടെയൊക്കെ പൈസ വരെ വെച്ചിരിക്കുക ടോപ്പിലോട്ട് കയറാനും ഇതിനൊക്കെ ആയിട്ട്, ഓരോന്നിനായിട്ട് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ മോസ്ക്, മിനാറും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നു. സോ ഇവിടുത്തെ ഒരു അവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബങ്കർ കാണാം. ആ ബങ്കർ വെൽവെറ്റ് ടൂറിൻ്റെ ബങ്കറാണെന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് 3 എണ്ണം കണ്ട് കാണുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ശത്രുക്കൾക്ക് വരുമ്പോൾ ഓടിക്കാനാണെന്ന് നമ്മുടെ കൊച്ചുമച്ചൻ പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ആയിരിക്കും കേട്ടോ. അങ്ങനെ എലിമിനെ വെക്കേണ്ട കാര്യമില്ലല്ലോ. ഈ മലയുടെ ഉള്ളിൽ കുറേ ടണലുകളും അതുപോലെ തന്നെ താമസിക്കാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട്. 1940 വേൾഡ് വാർ II കാലത്താണ് ഇത് നിർമ്മിച്ചത്. ഈ ടണൽ 55 കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ 16,000 സോൾജേഴ്സിന് ഇവിടെ താമസിക്കാനും സാധിക്കും. കൂടാതെ 16 മാസത്തേക്കുള്ള ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലവും ഈ മലയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇവിടെയാണ് ജിബ്രാൾട്ടർ റോക്ക് എന്ന് പറയുന്ന സ്ഥലം. റോക്ക് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്നുകൂടി നമുക്ക് കറങ്ങി നോക്കാം. ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടക്കാൻ പറ്റുമോ ഞങ്ങൾ നോക്കുകയാണ്. ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കൊരാഗ്രഹം ഒന്ന് ക്രോസ് ചെയ്ത് നടുക്കരെ പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ UK തന്നെ ഫേമസ് ആയിട്ടുള്ള ഐക്കോണിക് ടെലിഫോൺ ബൂത്തുണ്ട്. അപ്പം അതിൽ കയറി ചുമ്മാ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. കാൽനടയായിട്ട് വേറൊരു കൺട്രിയിലേക്ക് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒരു ചടങ്ങ്. അതെ, എയർപോർട്ട് കട്ട് ചെയ്ത് ക്രോസ് ചെയ്യുന്നതിൻ്റെ ചടങ്ങ്. സോ ബേസിക്കലി ഈ കൺട്രിയിലോട്ട് കയറുന്നത് എയർപോർട്ടിൻ്റെ റൺവേയുടെ ഉള്ളിൽ കൂടെയാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ നടന്ന് അല്ലെങ്കിൽ സൈക്കിളിലോ നമുക്ക് റൺവേയുടെ നടുക്ക് കൂടെ നമുക്ക് പോകാം. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വരികയാണെങ്കിൽ നമ്മുടെ ട്രെയിനൊക്കെ പോകുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്തില്ലേ, അതുപോലെ ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും. ഇവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് ഫ്ലൈറ്റ് പോയി ടാക്സി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ നോക്കുക, ഏതെങ്കിലും ഫ്ലൈറ്റ് വരികയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് നോക്കുക. ഫ്ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ എടുക്കാം. സോ ഈ കാണുന്നത് ഇത് റൺവേ ആണ്. ആ കാണുന്നത് സ്പെയിനും, ഈ ഞങ്ങളിപ്പോൾ നടക്കുന്നത് UK ആണ്. അങ്ങനെ ഇതാ ഞങ്ങൾ റൺവേയിലേക്ക് കാലുകുത്തി. റൺവേ കൂടെയാണ് നടക്കുന്നത്, റൺവേയുടെ നടുക്ക് കൂടെയാണ് നടക്കുന്നത്.
ഇതാണ് റൺവേ. നമ്മൾ ഒരു ക്രോസ് കൺട്രി ചെയ്യുകയാണ് സ്പെയിനിലോട്ടുള്ള ഇതിനകത്തേക്ക്. അവിടെ കുറച്ച് ഫ്ലൈറ്റൊക്കെ കിടപ്പുണ്ട്. എനിക്കൊന്ന് എപ്പോഴും ഫ്ലൈറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ആക്ച്വലി ദിസ് ഇൻ്റർനാഷണൽ ജിബ്രാൾട്ടറിലേക്ക് വരണമെങ്കിൽ ഈ ഒരു എയർപോർട്ട് മാത്രമേ ഉള്ളൂ. ഈ എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങേണ്ടത് ജിബ്രാൾട്ടറിൽ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടെല്ലാം കണ്ട് അതിൻ്റെ എയറോഡ്രോമിൽ കൂടെ നടന്ന് റൺവേ കൂടെ ഒക്കെ നടന്ന് ഞങ്ങൾ നേരെ തിരിച്ച് യു കെയിലേക്ക് തന്നെ വന്നു. കാരണം നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് യു കെയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഇച്ചിരി വെള്ളവും ഇതെല്ലാം വാങ്ങിയിട്ട് നമുക്ക് നേരെ എയർബിഎൻബിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളടുത്ത് പോകുന്നത് പോർച്ചുഗലിലേക്കാണ്. പക്ഷേ പോർച്ചുഗലിൽ പോകുമ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും. കാരണം ഞാൻ ഓൾറെഡി ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ നേരത്തെ എത്തിയെന്നുള്ളതിൻ്റെ. അതുകൊണ്ട് നമുക്ക് സമയമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വിചാരിച്ച് ഇന്നലെ ഉറങ്ങിയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് 2-2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് സിവിൽ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങളൊരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് അപ്പോൾ പോകുന്നത്. അങ്ങനെ ഇവർക്കും ഇവിടെ നടക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വണ്ടി നിർത്തി ഇറക്കി അവരും പോയി വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ മിസ് ചെയ്തു. ഫാമിലി ആയിട്ട് പോയി ഫോട്ടോ എടുക്കാനും പറ്റി. അതേ പറ്റിയുള്ളൂ. ഓക്കെ, കാണാൻ പറ്റിയല്ലോ, എക്സ്പീരിയൻസ് ചെയ്തല്ലോ. ഞങ്ങൾ പോയപ്പോൾ നിങ്ങളെ കൂടെ കൊണ്ട് കാണിക്കണം ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ വിളിച്ചായിരുന്നു, ആരും എണീച്ചില്ല. Take the next left toward Winston Churchill Avenue. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ രാജ്യമായ ജിബ്രാൾട്ടറിനോട് വിട പറയുകയാണ്. ഇനി നമുക്ക് നേരെ സ്പെയിനിലോട്ട് തന്നെ തിരിച്ചു പോകാം. എന്നിട്ട് നമ്മുടെ 4ാമത്തെ രാജ്യമായ പോർച്ചുഗലിലോട്ട് പോകണം ടുമോറോ. അപ്പം അവിടുത്തെ വിശേഷം നമുക്ക് കാണാം.